ഹലോ ഡിയേഴ്സ്, ആദ്യമേ എല്ലാവർക്കും ഹാപ്പി ഓണം. ഓണമൊക്കെ ആയിട്ട് എന്തൊക്കെയാണ് എല്ലാവരുടെയും പരിപാടികൾ? ഞങ്ങൾ ഇന്നിവിടെ ഒരു സദ്യയൊക്കെ ഒരുക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. എന്ന് വിചാരിച്ച സദ്യയുടെ എല്ലാ കറികളും ഒന്നും ഇവിടെ ഇല്ല, പക്ഷേ നോർമലി കാണുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മൾ സാധാരണ ഈ പെരുന്നാളിനൊക്കെ ബിരിയാണി വെക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അപ്പോൾ ഈ ബിരിയാണി എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാലും നമുക്ക് ആ ഒരു ഒറ്റ കാര്യത്തിൽ നിർത്താം. പിന്നെ ഒരു ഇറച്ചിക്കറിയും കൂടെ മതിയല്ലോ. പക്ഷേ ഒരു സദ്യ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലല്ലോ, എന്തുമാത്രം കറികൾ നമ്മൾ ഉണ്ടാക്കണം. പിന്നെ വീട്ടിലോട്ട് വേറെ ആരെങ്കിലും വരുവാണെങ്കിലോ അധികം ഉണ്ടാക്കുകയും വേണം. പക്ഷേ ഇവിടെ ഇപ്പം നമ്മൾ 4 പേർക്ക് മാത്രമുള്ള സദ്യ ആയതുകൊണ്ട് അത്രയും കറികളൊന്നും വേണ്ട. എന്നാലും ഒരുപാട് സമയമെടുക്കുന്നത് കൊണ്ട് തന്നെ ഇന്നലെ ഉമ്മ 2-3 കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോ എടുക്കൽ മാത്രമല്ല കേട്ടോ, ഞാനും ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ. അരിയലും പറക്കലും തേങ്ങ തിരുവലും ഒക്കെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഞാൻ ഓരോന്ന് ചെയ്തു കൊടുക്കുമ്പം അതിൻ്റെ അറ്റത്തൂടെ ഉമ്മ ഓരോന്ന് വേവിച്ച് ഓരോ സ്ഥലത്ത് ഇങ്ങനെ അടുക്കി വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിലാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. അതെ, ഈ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ഒരു 6 മണി മുതലായിരുന്നു. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ദോശയായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. കൂടെ ഇന്നലെ നബിദിനം ആയതുകൊണ്ട് പള്ളിയിൽ നിന്ന് കിട്ടിയ ഇറച്ചിക്കറിയും ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടി പെട്ടെന്ന് ആഹാരം കഴിച്ചു. ബാക്കി ഇനി ഒരുപാട് കാര്യങ്ങൾ അടുക്കളയിൽ ചെയ്തു തീർക്കാനുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ ആഹാരമൊക്കെ കഴിച്ച് വീണ്ടും അടുക്കളയിലോട്ട് പോയി. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, ഈ സദ്യ ഉണ്ടാക്കുമ്പോൾ ഉള്ള ഒരു മെനക്കെട്ട പരിപാടിയാണ് ഈ തേങ്ങ തിരുവലെന്ന് പറയുന്നത്. തിരുവുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് പറഞ്ഞതല്ല കേട്ടോ. എന്തുമാത്രം തേങ്ങയാണ് ഒരു സദ്യ എന്നും പറഞ്ഞിട്ട് ചിലവാകുന്നത്. ഇന്ന് തന്നെ എത്ര തേങ്ങ തിരുവിയെന്ന് എനിക്ക് തന്നെ അറിയാൻ വയ്യ. അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു അമ്മയും കൊച്ചും അടിയും കൂടി പാൽ കുടിക്കുന്നതാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടത്. ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഓരോരോ കറികൾ ഇങ്ങനെ റെഡിയാവുന്നുണ്ടേ. ഇപ്പം അതേ പുളിശ്ശേരിയും റെഡിയായി. ഇനി നമുക്ക് പായസത്തിൻ്റെ കാര്യങ്ങൾ നോക്കണം. അതിന് വേണ്ടിയിട്ട് 2 പാക്കറ്റ് അട ഉണ്ടായിരുന്നത് എടുത്തു കേട്ടോ. അടപ്പായസം മാത്രമേ ഉള്ളൂ, നമുക്ക് അധികം വേണ്ടല്ലോ, 4 പേർക്ക് വേണ്ടി മാത്രമല്ലേ വേണ്ടൂ. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മ എന്നെയായിരുന്നു ഏൽപ്പിച്ചത്. പിന്നെ അനിയനെയും കൂടെ അവിടെ പിടിച്ചിരുത്തി നമ്മൾ 2 പേരും കൂടെ അത് പൊട്ടിച്ചെടുത്തു. അതിനുശേഷം ഒരു ചെറിയ തീയൽ പോലെ എന്തോ ഒരു കറി അതും കൂടെ റെഡിയാക്കി. ഇനി പായസത്തിന് വേണ്ടിയിട്ടുള്ള ശർക്കര, ചവ്വരി അങ്ങനെ എല്ലാ സാധനങ്ങളും റെഡിയാക്കി പായസവും ചേർത്തു. അപ്പോഴാണ് കേട്ടോ ഒരു കാര്യം നമ്മൾ ഓർമ്മിച്ചത്, പരിപ്പ് വെച്ചില്ല. മെയിനായിട്ടുള്ള സാധനം മറന്നുപോയി. അങ്ങനെ ഇലയും ഒക്കെ വെട്ടിക്കൊണ്ട് വന്നതിന് ശേഷമാണ് നമ്മൾ പരിപ്പ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ പരിപ്പും ആയി, പായസവും ആയി, അത്യാവശ്യം നമുക്ക് സദ്യയ്ക്ക് വേണ്ട എല്ലാ കറികളും ആയി. ബാക്കി അടുത്ത വീഡിയോയിൽ.